ഹായ് ഫ്രണ്ട്സ്, നമ്മൾ സബ്ജക്റ്റ് ഓർ ബാക്ക്ഗ്രൗണ്ടിൽ 10ാമത്തെ റൂളാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് വളരെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതായത് ദ സബ്ജക്ട്സ് മെനി മജോറിറ്റി നമ്പർ ലാർജ് നമ്പേഴ്സ് ഓൾവേസ് ടേക്ക് പ്ലൂറൽ വെർബ്സ് ആസ് വെൽ ആസ് പ്ലൂറൽ നൗൺസ് ഓർ പ്ലൂറൽ പ്രൊനൗൺസ്. അതായത് മെനി എന്ന് പറഞ്ഞാൽ ധാരാളം, മജോറിറ്റി എന്ന് പറഞ്ഞാൽ ധാരാളം, നമ്പർ എന്ന് പറഞ്ഞാലും ലാർജ് നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അധികത്തെ സൂചിപ്പിക്കും. അതുകൊണ്ട് പ്ലൂറൽ വെർബ്സാണ്, പ്ലൂറൽ പ്രോനൗൺസും പ്ലൂറൽ നൗൺസുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എക്സാമ്പിളിലൂടെ നമുക്ക് ഈ കാര്യം എളുപ്പത്തിൽ മനസ്സിലാക്കാം. നമ്മൾ ഈ എക്സാമ്പിൾ ഇവിടെ നമ്മൾ നോക്കിയാൽ മെനി സ്റ്റുഡൻസ് വെയർ ഇൻവൈറ്റഡ് ടു ദ പാർട്ടി. അതായത് മെനി എന്ന് പറഞ്ഞതിന് ശേഷം പ്ലൂറൽ നൗണായിട്ടുള്ള സ്റ്റുഡൻസ് വരുന്നു, പ്ലൂറൽ വെർബായിട്ടുള്ള വെയർ വരുന്നു. അടുത്തത് മജോറിറ്റി ഓഫ് ദം എഗ്രി ടു വോട്ട് ഫോർ ഹിം. ഇവിടെ മജോറിറ്റിന് ശേഷം പ്രോനൗണായ ദം വരുന്നു, വെർബായിട്ടുള്ള എഗ്രി വരുന്നു. അടുത്തത് ദ സബ്ജക്ട്സ് എ മെനി, എ നമ്പർ, എ ലാർജ് നമ്പർ ആൾസോ ടേക്ക് പ്ലൂറൽ വെർബ്സ് ആൻഡ് പ്ലൂറൽ നൗൺസ്. ഇത് നമുക്ക് എക്സാമിനൊക്കെ കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതായത് എ മെനി, എ നമ്പർ, എ ലാർജ് നമ്പർ എന്നിവ ഒരു സബ്ജക്ട്സിൽ വരികയാണെങ്കിൽ അത് നമ്മൾ പ്ലൂറൽ വെർബ്സ് എടുക്കണം, അതുപോലെ പ്ലൂറൽ നൗൺസും ആയിരിക്കണം. എക്സാമ്പിൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. എ നമ്പർ ഓഫ് ഗേൾസ് ഹാവ് പാസ്ഡ്. ഇവിടെ എ നമ്പർ വന്നിട്ടുണ്ട്, അതിനുശേഷം ഓഫിന് ശേഷം പ്ലൂറൽ നൗൺസ് വന്നിട്ടുണ്ട്, അതിനുശേഷം പ്ലൂറൽ വെർബായിട്ടുള്ള ഹാവ് വന്നിട്ടുണ്ട്. എ ഗ്രേറ്റ് മെനി ബോയ്സ് ആർ സിറ്റിംഗ് ദെയർ. എ ഗ്രേറ്റ് മെനി എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്ലൂറൽ നൗണായിട്ടുള്ള ബോയ്സ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ പ്ലൂറൽ വെർബായിട്ടുള്ള ആർ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എ ഗ്രേറ്റ് മെനി ബോയ്സ് ആർ സിറ്റിംഗ് ദെയർ. അടുത്തത് വരുന്നത് നമ്മൾ എക്സാമിൽ കാണുന്ന ദ സബ്ജക്ട്സ് ദ മെനി, ദ നമ്പർ ടേക്ക് സിംഗുലർ വെർബ് ബട്ട് പ്ലൂറൽ നൗൺസ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദ മെനി, ദ നമ്പർ എന്നിവ വന്നു കഴിഞ്ഞാൽ സിംഗുലർ വെർബ് എടുക്കുക, പ്ലൂറൽ നൗൺസ് എടുക്കുക. അതായത് എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകും. ദ നമ്പർ ഓഫ് ഷോപ്പ് ഈസ് ഇൻക്രീസിങ്. ദ നമ്പറിന് ശേഷം ഷോപ്സ് ആയിട്ടുള്ള പ്ലൂറൽ നൗൺ വന്നിട്ടുണ്ട്, പക്ഷേ സിംഗുലർ വെർബാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ പഠിച്ച മെനിയോ എ മെനിയോ പോലെ അല്ല ദ മെനിയും ദ നമ്പർ വരുന്ന, അത് നമ്മൾ കുറച്ച് അല്പം ശ്രദ്ധിക്കണം. ഇത് എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാകും. അതായത് ദ സബ്ജക്ട്സ് ദ മെനി, ദ നമ്പർ ടേക്ക് സിംഗുലർ വെർബ്സ് ബട്ട് പ്ലൂറൽ നൗൺസ്. എക്സാമ്പിൾ ദ നമ്പർ ഓഫ് ഷോപ്പ് ഈസ് ഇൻക്രീസിങ്. The number of students appearing in the exam has dropped. ഇവിടെ the number of എന്ന ഓഫിന് മുമ്പുള്ള സബ്ജക്റ്റ് വരുന്നു, അതുകൊണ്ട് നമ്മളിവിടെ പ്ലൂറൽ നൗൺസ് ഷോപ്സ് എടുത്തു, പക്ഷേ വെർബ് എടുക്കുമ്പോൾ സിംഗുലർ ആയിരിക്കും. The number of students appearing in the exam has dropped. ഇവിടെ ഓഫിന് മുമ്പ് the number വരുന്നു, ആ നമ്പറിന് ശേഷമുള്ള നൗൺസ് പ്ലൂറൽ നൗണായിട്ടുള്ള സ്റ്റുഡൻസ് വരുന്നു, പക്ഷേ ഇവിടെ വെർബ് വരുന്നത് ഹാസ് ആണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സബ്ജക്ട്സ് എ മെനി ആൻഡ് മെനി എ ഓർ മെനി ആൻ. ദ സബ്ജക്ട്സ് എ മെനി ടേക്സ് പ്ലൂറൽ നൗൺ ആൻഡ് പ്ലൂറൽ വെർബ്സ്. ഓൺ ദി അതർ ഹാൻഡ് ദ സബ്ജക്ട്സ് മെനി എ ടേക്സ് സിംഗുലർ നൗൺ ആൻഡ് സിംഗുലർ വെർബ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സബ്ജക്റ്റിനകത്ത് എ മെനി വരികയാണെങ്കിൽ പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബും ആയിരിക്കും. മെനിയാനാണ് വരുന്നുണ്ടെങ്കിൽ സിംഗുലർ ആയിട്ട് വരും, സിംഗുലർ വെർബും വരും. ഇവിടെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് മനസ്സിലാക്കി തരാം. ഇവിടെ അതുപോലെ തന്നെ ഒരു ടേബിളുണ്ട്, ഈ ടേബിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഉപയോഗിക്കും. അതായത് സബ്ജക്റ്റ് മെനി, നമ്പർ വന്നാൽ നൗൺ പ്ലൂറലും വെർബ് പ്ലൂറലും ആയിരിക്കും. എ മെനി, എ നമ്പർ വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബും ആയിരിക്കും. ദ മെനി, ദ നമ്പർ വന്നു കഴിഞ്ഞാൽ പ്ലൂറൽ നൗണും സിംഗുലർ വെർബും ആയിരിക്കും. മെനിയെ വന്നു കഴിഞ്ഞാൽ സിംഗുലർ ആയിരിക്കും, നൗണ് വെർബും സിംഗുലർ ആയിരിക്കും. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താം, നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. മെനി എ ഗേൾ ഗോസ് ടു കോളേജ് ഇൻ ടൈം. എ ഗുഡ് മെനി ഗേൾസ് ഗോ ടു ടൈം.
ഇനി നമ്മളിപ്പോൾ അടിച്ച ടോപ്പിക്കിൽ നിന്ന് വെച്ച് ഉള്ള എക്സാമ്പിൾസാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത്. മെനി സ്റ്റുഡൻസ് വെയർ പ്രസൻറ്റ്. മെനി സ്റ്റുഡൻസ് വെയർ പ്രസൻറ്റ്. മെനി എ സ്റ്റുഡൻസ് വാസ് പ്രസൻറ്റ്. ദ നമ്പർ ഓഫ് ദ സ്റ്റുഡൻസ് വാസ് പ്രസൻറ്റ്. ദ നമ്പർ ഓഫ് ദ സ്റ്റുഡൻസ് വാസ് പ്രസൻറ്റ്. ഇവിടെ നമ്മൾ ടേബിളിൽ കണ്ടതുപോലെ തന്നെ മെനി നമ്പറിന് ശേഷം പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബും ഉപയോഗിച്ചിരിക്കുന്നു. മെനി സ്റ്റുഡൻസ് വെയർ പ്രസൻറ്റ്. മെനി നമ്പർ വരുമ്പോൾ പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബും. മെനി സ്റ്റുഡൻസ് വെയർ പ്രസൻറ്റ്. മെനി നമ്പർ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബും ആയിരിക്കും. എന്നാൽ ദ മെനി ദ നമ്പർ വരുമ്പോൾ പ്ലൂറൽ നൗണും സിംഗുലർ വെർബുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് ഇവിടെ ദ മെനി ഓഫ് ദ സ്റ്റുഡൻസ് വാസ് പ്രസൻറ്റ്. ഇനി മെനി എന്നുള്ളത് നമ്മൾ വരുമ്പോൾ അത് സിംഗുലർ ആയിരിക്കും. അത് നമ്മൾ പഠിച്ചു. മെനി എ സ്റ്റുഡൻറ്റ് വാസ് പ്രസൻറ്റ്. ഇനി ലാസ്റ്റ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് വാസ് പ്രസൻറ്റ്. ദ നമ്പർ ഓഫ് ദ സ്റ്റുഡൻസ് വാസ് പ്രസൻറ്റ്. ദ മെനി വന്നു കഴിഞ്ഞാലും ദ നമ്പർ വന്നാലും പ്ലൂറൽ നൗൺസ് എടുക്കുക, വെർബ് സിംഗുലർ എടുക്കുക. ദ മെനി ഓഫ് ദ സ്റ്റുഡൻസ് വാസ് പ്രസൻറ്റ്. ദ നമ്പർ ഓഫ് ദ സ്റ്റുഡൻസ് വാസ് പ്രസൻറ്റ്. ഈ ടോപ്പിക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഇച്ചിരി സീരിയസ് ആയിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് പഠിക്കണം. ഓക്കെ, താങ്ക് യു എവരിബഡി.